ആർക്കിടെക്റ്റും എഞ്ചിനീയറും ധാരാളം പണിക്കാരും ചേർന്ന് പടുത്ത് ഉയർത്തിയ കൂറ്റൻ കെട്ടിടങ്ങൾ അവരുടെ സ്വന്തമല്ല, അത് ഉടമസ്ഥൻ്റേതാണ്, പണം മുടക്കിയ ആളുടേതാണ്. വേദപുസ്തകത്തിലും ഒരു ആർക്കിടെക്റ്റും എഞ്ചിനീയറെയും പണിക്കാരെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എവിടെയാണെന്ന് ചോദിച്ചാൽ, മരുഭൂമി യാത്രയിൽ ദൈവം മോശയോട് കൽപ്പിച്ച് സമാഗമന കൂടാരവും തിരുനിവാസവും സാക്ഷ്യപ്പെട്ടകവും അതിനോട് ചേർന്ന കാര്യങ്ങൾ മുഴുവനും പണിയുവാൻ ഏൽപ്പിച്ച ഒരു കൂട്ടം ജനങ്ങൾ. അവിടെ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും മോശ ചെയ്തു. അത് 8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തിരുനിവാസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്, അവർ സമാഗമന കൂടാരമുണ്ടാക്കിയത് എല്ലാം ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരമാണ്. എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്ര. ദൈവത്തെ മുഖാമുഖം കാണുകയും ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുവാൻ നേതൃത്വം നൽകുകയും വളരെ സൗമ്യനായ ഒരു നേതാവെന്ന് ദൈവം തന്നെ സാക്ഷ്യം പറയുകയും ചെയ്ത മോശയെ ഈ എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നു, ദൈവം അരുളി ചെയ്തതൊക്കെ ചെയ്യുന്ന ഭൃത്യനാണ് എന്ന്. എന്നാൽ ദൈവമക്കളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഈ ഒരു വലിയ പദവി നമ്മൾക്ക് ലഭിക്കാനുള്ള ഏക കാരണം പുത്രൻ തമ്പുരാനാണ്. പുത്രനാണ് മോശയേക്കാൾ വലിയവനെന്ന് ലേഖനകർത്താവ് നമ്മൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ, ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെയാണ്. അപ്പോൾ ക്രിസ്തു പുത്രനാണ്. പുത്രനോട് ചേർന്നിരിക്കുന്നവർക്കൊക്കെ ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെന്ന് പറഞ്ഞിരിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെ അവകാശികളാണ് നിങ്ങളും ഞാനും. അതുകൊണ്ട് ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രത്യാശയും ധൈര്യവും ഒക്കെ നാം മുറുകെ പിടിക്കണം. നമ്മളിൽ ലഭിച്ചിരിക്കുന്ന ഈ വലിയ പദവി നാം മുറുകെ പിടിച്ച് അവസാനത്തോളം നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം നിലനിന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ ദൈവഭവനമായി മാറുന്ന ഒരനുഭവത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിലൂടെ നാം ഓർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയാകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.